എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ വിഷയം അതിജീവിതന്മാർക്ക് നീതി കിട്ടുന്നുണ്ടോ എന്നതാണ്. ഇങ്ങനെയൊരു ചോദ്യം ഉയർത്തുമ്പോൾ നമ്മൾ യുക്തിപരമായിട്ട് യുക്തിവാദം പറയുന്നവർക്ക് രണ്ട് വാക്കുകൾക്കുള്ള അർത്ഥം കിട്ടേണ്ടതുണ്ട്. ഒന്ന്, ആരാണ് അതിജീവിതന്മാർ? രണ്ട്, എന്താണ് നീതി? രണ്ടാമത്തെ ചോദ്യം ആദ്യം എടുക്കുക. നീതി എന്ന് പറയുന്നത് അർത്ഥം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. നീതി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നീതി, എല്ലാ അർത്ഥത്തിലും പഴുതടച്ചുള്ള, എല്ലാ കാലത്തും എല്ലാ ദേശത്തും ഒരുപോലെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു അർത്ഥം അതിനില്ല. ഡോക്ടർ അമർത്യ സെന്നിൻ്റെ ഐഡിയ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് പെർഫെക്റ്റ് ജസ്റ്റിസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല. അതിൽ ചെയ്യാൻ പറ്റുന്നത് അനീതി പരമാവധി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. ഏതൊരു സമൂഹത്തിലും നീതി നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ അനീതി പരമാവധി കുറച്ചുകൊണ്ട് വരിക, അതാണ് നീതി. ഇവിടെ അതിജീവിതന്മാർക്ക് നീതി കിട്ടുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ കാണുന്ന സോഷ്യൽ റിയാലിറ്റി, സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ, മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന അക്രമത്തിലൂടെ കീഴ്പ്പെടുത്തി ബലാത്സംഗത്തിന് വിധേയയാക്കുകയും പിന്നീട് അതിന് നേരത്തെ കാരശ്ശേരി മാഷ് സൂചിപ്പിച്ചതുപോലുള്ള സാഡിസം, അതിൻ്റെ പീഡനത്തിലൂടെ ആനന്ദം കണ്ടെത്തുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേരളത്തിലുണ്ടായി. അതിനുശേഷം ഇപ്പോൾ 2 ദിവസം മുമ്പ് പത്രത്തിൽ നോർത്തിൽ, അത് ഏത് സ്ഥലമാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അത് ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ട് ചെയ്ത് വന്നിരുന്നു ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട്. ഓടുന്ന ഒരു വാനിൽ നടക്കുന്നൊരു ബലാത്സംഗം. ഇതുപോലുള്ള സംഭവങ്ങളിൽ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ, എത്ര പെട്ടെന്ന് അവരെ പിടികൂടാൻ കഴിയുന്നുണ്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ വീണ്ടും ഉണ്ടാകുന്നതിൽ നിന്ന് തടയാൻ നമ്മുടെ സമൂഹത്തിന് കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അതിൽ ഈ ബലാത്സംഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ വാക്ക് പറയുന്നത് പോലെ ഇതിൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, പ്രായം എത്രയാണെന്നുള്ളതാണ്. അതിജീവിത എന്ന് പറയുന്ന ആൾ ഒരു മൈനറാണെങ്കിൽ, 18 വയസ്സിൽ താഴെയുള്ള ഒരാളാണെങ്കിൽ കുട്ടിയാണ്. ഇപ്പോൾ പോക്സോ എന്ന് പറയും, ബാലപീഡനം ഒരു വലിയ ഒഫൻസാണ്. അപ്പം കൺസെൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രായപൂർത്തിയായ ഒരാൾക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കൺസെൻ്റ്. സമ്മതം, ഒരു കാര്യത്തിന് സമ്മതമാണ്. ഉഭയകക്ഷി പ്രകാരമുള്ള സമ്മതം ഉള്ള ലൈംഗിക ബന്ധമാണെങ്കിൽ അതിന് 2 ആളുകളും മേജറായിരിക്കണം, അഡൾട്ടായിരിക്കണം. അത് പീഡനത്തിനിരയായ വ്യക്തി പ്രായപൂർത്തിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ബാലപീഡനമായി. അവിടെ കൺസെൻ്റ് ഉണ്ടെങ്കിലും പ്രയോജനമില്ല, കാരണം അവിടെ പ്രായമായിട്ടില്ല. പോക്സോ കേസുകളാണ്. പോക്സോ കേസ് 2025 സുപ്രീം കോടതിയിൽ ആദ്യം ഒരു സുമോട്ടോ കേസെടുത്തത് അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു വിധിക്കെതിരെയായിരുന്നു. ആ വിധിയിൽ പറയുന്നത് 2-3 ആളുകൾ ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ഒരു വിജനമായ ഒരു പാടത്തിൻ്റെ അടുത്ത് വെച്ചതിനെ കടന്നു പിടിക്കുന്നു. അതിൽ ബ്രസ്റ്റിൽ കൈവയ്ക്കാൻ ശ്രമിക്കുന്നു. ഈ താഴത്തെ പൈജാമ തുറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതൊരു അറ്റംപ്റ്റ് റേപ്പ് അല്ല, അതൊരു പ്രിപ്പറേഷനേ ആയിട്ടുള്ളൂ, അതിനുള്ള ഒരു തയ്യാറെടുപ്പേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ടായിരുന്നു. അതിനെതിരെ ശോഭ ഗുപ്ത എന്ന് പറയുന്ന സീനിയർ അഡ്വക്കേറ്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഒരു കത്തെഴുതി. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്ത് ആ കേസിൽ ഇത് ഷോക്കിംഗ് ആയിട്ടുള്ള ഒബ്സർവേഷൻസാണ്, ഞങ്ങളത് എക്സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ആ ഒബ്സർവേഷൻസ് എക്സ്പെൻഡ് ചെയ്തു. അതാണ് 2025 ആദ്യത്തെ ജനുവരി മാസം തോന്നുന്നു ആദ്യത്തെ സുവമോട്ടോ കേസാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ളത്. അതിൽ പറയുന്നത് ഇതുപോലുള്ള ഒബ്സർവേഷൻസ് പല കോടതികളിൽ നിന്ന് തന്നെ വരുന്നത്. ഭരണഘടനയിൽ നമ്മൾ ആർട്ടിക്കിൾ 51A(e) എന്ന് പറയും, പ്രാക്ടീസസ് ഡെറഗേറ്ററി ടു ദ ഡിഗ്നിറ്റി ഓഫ് വിമൻ. സ്ത്രീകളുടെ ആത്മാവകാശത്തെ അല്ലെങ്കിൽ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രാക്ടീസസ്, അതിനെതിരായിട്ട് ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഉണ്ട് ഇന്ത്യക്കാർക്കെല്ലാം.
അതിനെല്ലാം വിരുദ്ധമായിട്ടുള്ള ഒബ്സർവേഷൻസ് കോടതിയിൽ നിന്ന് തന്നെ വരികയാണ്. അപ്പോൾ കോടതിയിൽ നിന്ന് വന്ന ഒരു തെറ്റ് തിരുത്താനായിട്ട് സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നു. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, 18 വയസ്സ് താഴെയുള്ള ഒരാളാണ്, അതിജീവിതയാണ്. അപ്പോൾ അതിൽ ഒരു കേസ് തുടങ്ങുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി പറയുകയാണ് ഇത് ഒരു പ്രിപ്പറേഷൻ ആയിട്ടുള്ളൂ, അറ്റംപ്റ്റ് റേപ്പ് ആയിട്ടില്ല എന്ന് പറയുകയാണ്. അത് സുപ്രീം കോടതി തിരുത്തുകയാണ്. പിന്നെ പ്രായപൂർത്തിയായ ആളുകളുടെ കേസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പരസ്പരം കൺസെൻ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അതിൽ കുറച്ച് നാൾ ഒരുമിച്ച് ജീവിച്ച് അതിനുശേഷം ബന്ധം വഷളാകുമ്പോൾ ക്രിമിനൽ കേസ്, റേപ്പ് കേസ് കംപ്ലയിൻറ്റ് കൊണ്ട് കൊടുക്കുന്നതിന് സുപ്രീം കോടതി നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് 2-3 ജഡ്ജ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതുകൂടി പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം വശങ്ങളും പൂർത്തിയാവുകയുള്ളൂ. അതിൽ സുപ്രീം കോടതി പറയുന്നത് അതായത് നമ്മുടെ മൈത്രേനെപ്പോലുള്ള ആളുകൾ പറയാറുണ്ട്, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്വതന്ത്രമായ ഇടപഴകലുകൾ അടച്ച് അതിനെ ഇപ്പം കാരശ്ശേരി മാഷ് പറഞ്ഞു, കേരളത്തിലെ ആളുകളുടെ അത്രയും ഈ ഒളിഞ്ഞു നോട്ടം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന ഒരു സമൂഹം ഇന്ത്യയിൽ തന്നെ. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപഴകുകയും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സൗഹാർദ്ദം അത് വേറെ രീതിയിലായി കഴിഞ്ഞാൽ ഉടനെ അത് വിവാഹത്തിലേക്ക് എത്തണം എന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുണ്ട്, പാട്രിയാർക്കലായിട്ടുള്ള. അതിൻ്റെ ഒരു വകഭേദമാണ് അവിടെ വിവാഹത്തിലേക്ക് എത്താത്തൊരു സ്റ്റേജ് വരുമ്പോൾ സ്ത്രീ പോയിട്ട് കേസ് കൊടുക്കുക എന്നുള്ളത്. അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് 2-3 ജഡ്ജ്മെൻറ്റ്സ് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. അത് ജ്യോതിരാഘവൻ വേഴ്സസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കേസിൽ ജസ്റ്റിസ് സുധാൻഷു ധൂലിയ, ജസ്റ്റിസ് KV ചന്ദ്രൻ അവർ പാസ്സാക്കിയ ജഡ്ജ്മെൻറ്റാണ്. അതുപോലെ ജയ്പാൽ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഡൽഹി, ജസ്റ്റിസ് നാഗരത്ന, ജസ്റ്റിസ് SC ശർമ്മ. രജനീഷ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP, ജസ്റ്റിസ് വിക്രം നാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത. അതായത് പല ബെഞ്ചുകൾ, പല ജഡ്ജസ്, കോമ്പിനേഷനുള്ള ജഡ്ജസ്, ഡിവിഷൻ ബെഞ്ചുകൾ സുപ്രീം കോടതിയുടെ വിധി ഇന്ത്യയിൽ മുഴുവൻ ബാധകമാണ്. അവരെല്ലാം പറയുന്നത് ഈ ഒരു ഒഫൻസ് വരണമെങ്കിൽ, അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള ഒരു ഒഫൻസ് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഇൻറ്റൻഷൻ ടു ചീറ്റ്, അതായത് ചതിക്കുക എന്നുള്ള ഉദ്ദേശം ആദ്യം മുതൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അവിടെ അത് ഒഫൻസ് അട്രാക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ക്രിമിനൽ കേസുകൾ ക്വാഷ് ചെയ്ത് കൊടുത്ത കേസുകളാണ്. ഇത് പറയാൻ കാര്യം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു ഗ്രേവ് ഒഫൻസ് ആയിട്ടുള്ള റേപ്പുമായിട്ട് കമ്പയർ ചെയ്യുന്നത് തെറ്റാണ്. അപ്പം ഓരോ സീരിയസ്നെസ് അനുസരിച്ചാണ് കോടതികൾ ക്രിമിനൽ കോടതിയിൽ കേസ് വരുമ്പോൾ നോക്കുന്നത്. എൻ്റെ അടുത്ത് വേടനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ ഒരു അഭിപ്രായം ചോദിച്ചിരുന്നു ചാനലിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, കോടതി വിധി പറയുന്നതെന്ന് വെച്ചാൽ എത്ര പെട്ടെന്നാണ് ഈ കേസ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്, ആരാണ് ഈ പീഡിത എന്ന് പറയുന്ന വ്യക്തി വിദ്യാഭ്യാസമുള്ള ആളാണോ, ആ സ്ത്രീ സമൂഹത്തിൽ മാന്യതയുള്ള ഒരു ജോലിയൊക്കെ ചെയ്യുന്ന ആളാണ്, ഒരു നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു ഇതൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് ഇവരിത് മടിച്ചു എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് പെട്ടെന്ന് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വേറൊരു അവസ്ഥയാണ്. അപ്പം ഓരോ കേസിൻ്റെ സാഹചര്യങ്ങൾ നോക്കിയാണ് കോടതി കേസിനകത്ത് ഗൗരവ സ്വഭാവം നോക്കുന്നത്. റേപ്പ് എന്നുള്ള ഒഫൻസ് അട്രാക്റ്റ് ചെയ്യുമോ എന്ന് പോലും നോക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവിടെ അതിജീവിതമാർ എന്നുള്ള വാക്ക് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. കേസുകൾ തീരുന്നത് വരെ ഈ കോടതി വിധികൾ അപ്ലൈ ചെയ്തിട്ടാണ് കോടതി ഓരോ കേസിൻ്റെയും ഇൻറ്റൻസിറ്റി നോക്കുന്നത്. പിന്നെ സീരിയസ് ആയിട്ടുള്ള കേസുകളിലേക്ക് വരികയാണെങ്കിൽ, വളരെ സീരിയസ് ആയിട്ട് എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഇതുപോലെ ഇനിഷ്യലി കൺസെൻഷ്വലായിട്ട് പിന്നീട് ഒരു വ്യക്തിബന്ധം വഷളാകുന്ന കേസുകളല്ല. റേപ്പ് ആൻഡ് സെക്ഷൽ അസോൾട്ട് ആസ് എക്സ്പ്രഷൻ ഓഫ് പവർ, അതായത് ഒരു അധികാരം പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് സെക്ഷൽ അസോൾട്ട് ചെയ്യുക, അതായത് ലൈംഗികമായിട്ട് പീഡിപ്പിക്കുക, റേപ്പ് ചെയ്യുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് മനസ്സിലേക്ക് കടന്നു വരുന്ന ഡൽഹി ഗാങ് റേപ്പ് കേസാണ്. എല്ലാവർക്കും അറിയാം, നിർഭയ കേസ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു കേസ്. ബസ്സിൽ ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ഒരു യുവാവും ഒരു യുവതിയും കൂടി കയറുന്നു. അവിടെ ബസ്സിലെ കണ്ടക്ടറും പിന്നെ ജോലിക്കാരും കൂടെ ചേർന്നിട്ട് ഇവരെ പീഡിപ്പിക്കുന്നു. അതിൽ ഈ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലുള്ള സദാചാരമാണ് ആദ്യം വരുന്നത്. അതിനുശേഷം ഈ സ്ത്രീയെ വലിയ രീതിയിൽ ഉപദ്രവിക്കുന്നു. അവർ റേപ്പിന് വിധേയമായ ശേഷം ഇഞ്ചുറി, അതിൽ സക്കംബിയാണ്, മരിക്കുകയാണ് അവർ. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിന് വളരെ ഗുരുതരമായ പരിക്കേൽക്കുന്നു. അതിൽ 4 പേരായിരുന്നു തോന്നുന്നു. അതിൽ 3 പേരെ തൂക്കിലേറ്റി, ഒരാൾ
മൈനറായിരുന്നതുകൊണ്ട് കറക്ഷണൽ ഹോമിൽ അയച്ച് പിന്നീട് വിട്ടയക്കുകയായിരുന്നു. മൈനറെ ഇങ്ങനൊരു കുറ്റത്തിന് ശിക്ഷിക്കാനുള്ള അധികാരമില്ല കോടതികൾക്ക്, അതുകൊണ്ട് മൈനർ അതിൽ നിന്ന് വിട്ടുപോകുകയായിരുന്നു. ഈ കേസ് രാജ്യ തലസ്ഥാനത്ത് നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ടായി. അതിനുശേഷം ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു, ജസ്റ്റിസ് ജെ.എസ്. വർമ്മ കമ്മിറ്റി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള 3 അംഗ പാനൽ. ജെ.എസ്. വർമ്മ, ജസ്റ്റിസ് ലീല സേത്ത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസാണ്. ഗോപാൽ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു വളരെ എമിനൻ്റ് ആയിട്ടുള്ള സീനിയർ അഡ്വക്കേറ്റാണ്. അവർ 3 പേരും ഉൾപ്പെട്ട സമിതി റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ ജെ.എസ്. വർമ്മ കമ്മിറ്റി റിപ്പോർട്ട് അതിൽ പറയുന്നത് 1-2 കാര്യങ്ങൾ സജഷൻസ് വന്നിരുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ചില സജഷൻസ് അതിൽ അവരുടെ മുമ്പിൽ വന്നത്, ഒന്ന് കാസ്ട്രേഷൻ, ഒരു ലൈംഗിക ബന്ധത്തിനുള്ള കഴിവില്ലാതാക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത്. അത് സ്വീകരിച്ചില്ല, അത് അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു സജഷൻ വന്ന് ഡെത്ത് സെൻറ്റൻസ് കൊടുക്കുക എന്നുള്ള, വധശിക്ഷ കൊടുക്കുക. അതും ആ കമ്മിറ്റി തള്ളിക്കളഞ്ഞു. വധശിക്ഷ കൊടുക്കാൻ പാടില്ല, കാരണം വധശിക്ഷ ലോകത്തൊരിടത്തും ഒരു ക്രൈമിനെതിരെയുള്ള ഡിറ്ററൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വധശിക്ഷയുള്ള രാജ്യങ്ങളിൽ ക്രിമിനൽ ഒഫൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ബലാത്സംഗം നടത്തുന്ന ഒരാളെ തൂക്കിക്കൊന്നതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നൊരു സ്റ്റഡി ഒരിടത്തുമില്ല. അതുകൊണ്ടത് വധശിക്ഷയും നിരാകരിച്ചു. പിന്നെ ചെയ്യാൻ കഴിയുന്നത് ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആണ്. ലൈഫ് ഇംപ്രിസൺമെൻ്റ് എന്ന് പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന കൺസെപ്റ്റ് 14 വർഷം ജയിലിലായി കഴിയുമ്പോൾ പിന്നീട് CRPCയുടെ ആ പ്രൊവിഷനൊക്കെ ഉപയോഗിച്ചിട്ട് ആളെ ജയിൽ മോചിതനാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കമ്മിറ്റി പറയുന്നത് 14 വർഷം എന്ന് പറയുന്നതും ജീവിതാന്ത്യം വരെ ജയിലിൽ കഴിയുക എന്ന് പറയുന്നത് തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യത്യാസം ഇങ്ങനെയുള്ള കേസുകളിൽ കൊടുത്തിരിക്കണം. ഈ 14 വർഷമായിട്ട് ചുരുക്കരുത്. ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ജീവിതാന്ത്യം വരെയുള്ള ഒരു തടവായിട്ട് കണക്കാക്കപ്പെടണം. വളരെ ചെറിയ കാരണങ്ങൾ പറഞ്ഞില്ലെങ്കിലും സാധാരണ കേസുകളിൽ പരോൾ കൊടുക്കുന്നത് പോലെ ജയിലിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല എന്ന് റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം ജെ.എസ്. വർമ്മ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ ഗൗരവമായിട്ടുള്ള ശിക്ഷയാണ് സജസ്റ്റ് ചെയ്തത്. ഇത് വന്നതിന് ശേഷം നമ്മൾ കാണുന്നത് വേറൊരു വലിയ കേസിൽ, ബിൽക്കിസ് ബാനു കേസിൽ. ബിൽക്കിസ് ബാനു ഗുജറാത്ത് കലാപത്തിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട യുവതിയാണ്. അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ ഉപദ്രവിക്കുകയും അവരുടെ കൺമുന്നിലിട്ട് കൊല്ലുകയൊക്കെ ചെയ്ത് ഇവരെ ഗാങ് റേപ്പിന് വിധേയമാക്കിയതാണ്. അതിലെ കുറ്റക്കാരെന്ന് കണ്ടെത്തി കോടതി ശിക്ഷിച്ച് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തികൾ 17 വർഷം 18 വർഷമൊക്കെ ആയെന്ന് പറഞ്ഞ് അവരെ പുറത്തിറക്കി വിടുന്ന ഒരവസ്ഥയുണ്ടായി. പുറത്തിറക്കി വിട്ടത് കോടതിയെ കബളിപ്പിച്ചുകൊണ്ടാണ്. കാരണം സുപ്രീം കോടതിയിൽ അപേക്ഷ കൊടുത്തതനുസരിച്ച് ഗുജറാത്തിൽ നിന്ന് ഈ കേസിൻ്റെ ട്രയൽ എടുത്ത് മഹാരാഷ്ട്രയിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ മഹാരാഷ്ട്രയിലെ കോടതിയാണ് ഈ കേസ് നടത്തിയത്, ട്രയൽ നടത്തിയത്, വിചാരണ നടത്തി ശിക്ഷിച്ചത്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കൺസിഡറേഷനോട് കൂടി വേണമെന്ന് പറയുമ്പോൾ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ഇതിൽ കോടതി ഏത് സംസ്ഥാനത്താണോ അവിടുത്തെ ഗവൺമെൻറ്, അത് മഹാരാഷ്ട്ര ഗവൺമെൻറ്റാണ്, അത് ഗുജറാത്ത് ഗവൺമെൻറ് ആണെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചു. 2 പ്രാവശ്യം ഇവരുടെ അപേക്ഷ നിരസിച്ചതാണ്. 3-ാമത്തെ പ്രാവശ്യം വീണ്ടും ഇതുപോലുള്ള സാഹചര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിച്ച് സുപ്രീം കോടതിയിലെ ഒരു ബെഞ്ചിൽ നിന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഓർഡർ മേടിച്ചു. അതിനുശേഷം ഇവർ കോടതിയിൽ നിന്ന് വിമോചിതരായി പുറത്തിറങ്ങി. ഈ പുറത്തിറങ്ങിയ സമയത്ത് ബിൽക്കിസ് ബാനു വളരെ വലിയൊരു ലീഗൽ ഫൈറ്റ് നടത്തിയിട്ട് ആണ് സുപ്രീം കോടതി അവർക്ക് 50 ലക്ഷം രൂപ കോമ്പൻസേഷനൊക്കെ കൊടുത്തിരുന്നു. അതേ വക്കീൽ തന്നെ, ശോഭാ ഗുപ്ത എന്ന് പറയുന്നൊരു സീനിയർ അഡ്വക്കേറ്റാണ്, അവർ ഈ കേസിനകത്തും വീണ്ടും സുപ്രീം കോടതിയിൽ, അതിൽ നമ്മൾ കേരളത്തിൽ നിന്ന് അന്വേഷിക്ക് വേണ്ടി അജിത പാർട്ടിയായിരുന്നു, ഞാനതിൽ ഒരു ഇൻ്റർവെൻഷൻ ഫയൽ ചെയ്തിരുന്നു. ഒരുപാട് ബാച്ച് ഓഫ് പെറ്റീഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ചോദ്യം, ക്രിമിനൽ കേസുകളിൽ ലോക്കസ് സ്റ്റാൻഡി എന്ന് പറയും, സ്റ്റേറ്റാണ് പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത്, സ്റ്റേറ്റും അല്ലെങ്കിൽ വിക്ടിം, അതായത് ഇരയായിട്ടുള്ള സ്ത്രീ, അവർക്ക് അവകാശമുണ്ട്. അതല്ലാതെ 3-മതൊരാൾക്ക് വന്നിട്ട് കേസ് ഫയൽ ചെയ്യാമെന്നുള്ളൊരു ചോദ്യം അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ ആ ചോദ്യം അതിൽ ആൻസർ ചെയ്യേണ്ടി വന്നില്ല. കാരണം ഈ കേസിൽ ബിൽക്കിസ് ബാനു തന്നെ കക്ഷിയായിട്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. ഈ കേസുകളെല്ലാം കൂടെ ഒരുമിച്ച് കേട്ടിട്ട് ജസ്റ്റിസ് നാഗരത്ന, ഒരു ലേഡി ജഡ്ജാണ്, അവരുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഈ പുറത്തിറക്കി വിട്ട തീരുമാനം ക്വാഷ് ചെയ്ത് ഇവരെ വീണ്ടും ജയിലിലേക്ക് അയക്കാനുള്ളൊരു തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ ജഡ്ജ് തന്നെയാണ് വേറെ ചില കേസുകളിൽ ഇനിഷ്യലി കൺസെൻഷ്വലായിട്ടുള്ള റിലേഷൻസ് പിന്നീട് ബന്ധം വഷളാകുമ്പം റേപ്പാണെന്ന് പറഞ്ഞ് വരുന്ന കേസുകൾ നിരുത്സാഹപ്പെടുത്തണമെന്ന് പറഞ്ഞതും ജസ്റ്റിസ് നാഗരത്ന തന്നെയാണ്. ഇപ്പോൾ ജസ്റ്റിസ് നാഗരത്നയുടെ ബെഞ്ചാണ് ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കേസിൽ
ഈ പുറത്തിറക്കി വിട്ട പ്രതികളെ മുഴുവൻ ജയിലിലേക്ക് തിരിച്ചയച്ചുകൊണ്ട് വിധി എഴുതിയത്. അപ്പോൾ അതൊരു വലിയ എക്സാമ്പിളാണ്. ഇന്ത്യയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അത് രണ്ട് രീതിയിൽ സമൂഹത്തിൽ ഇവരെ പുറത്തേക്ക് ഇറക്കി വിടുമ്പോഴുണ്ടായ മെസ്സേജ്, ആ മെസ്സേജ് അതിനകത്തൊരു പ്രതിയെ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ, ഒരു പാട്രിയാർക്കൽ സെറ്റപ്പിൽ ഇവരെ കോടതി ശിക്ഷിച്ച് കഴിഞ്ഞിട്ടും അവർക്ക് സ്വീകാര്യത കിട്ടുന്നു എന്നുള്ളതാണ്. ജയസ് വർമ്മ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ശിക്ഷ, വധശിക്ഷ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ജീവപര്യന്തം കൊടുക്കണം എന്നുള്ള അർത്ഥം, അതിൻ്റെ ആ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ആളുകളെ ജയിലിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ലാത്തതാണ്. ഇതിനകത്ത് ഈ കേസിൻ്റെ വാദം നടന്ന വേളയിൽ നമ്മൾ ബംഗ്ലാദേശിൽ നിന്നുള്ള സുപ്രീം കോടതി വിധികൾ ഉൾപ്പെടെ പല കേസുകൾ കോട്ട് ചെയ്തിരുന്നു. അതിൽ ഇപ്പം കാരശ്ശേരി മാഷ് പറഞ്ഞ പോലെ ബംഗ്ലാദേശിലെ സുപ്രീം കോടതി പോലും ജമായത്തെ ഇസ്ലാമിയെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു കേസിൽ സുപ്രീം കോടതിയുടെ വിധിക്ക് പറയുന്നത്, ഈ വർഗീയ കലാപങ്ങളുണ്ടാകുമ്പോൾ തീവയ്പ്പ്, ആഴ്സൺ, പിന്നെ റൈറ്റിങ്, കലാപം, പിന്നെ മാസ് റേപ്പ്, ഈ വലിയ രീതിയിലുണ്ടാകുന്ന റേപ്പ്, അത് ഒരു പൊളിറ്റിക്കൽ വെപ്പണായിട്ട് ഉപയോഗിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ശക്തി, പിന്നെ ഒരു എക്സ്പ്രഷൻ ഓഫ് പവർ എന്ന് ജയസ് വർമ്മ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് ജമായത്തെ ഇസ്ലാമിയെ പാർട്ടിയെ, ബംഗ്ലാദേശി ജമായത്തെ ഇസ്ലാമി പാർട്ടിയെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ശരിവെക്കുകയായിരുന്നു ബംഗ്ലാദേശ് സുപ്രീം കോടതി. അതിനകത്ത് ഉദാഹരണം പറഞ്ഞിങ്ങനെയാണ്: രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും കലാപം നടക്കുമ്പോൾ മാസ് റൈറ്റിങ്, റേപ്പ്, ആഴ്സൺ ഒക്കെ നടത്തുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ്, അതുകൊണ്ട് നിരോധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഇന്ത്യൻ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ്, ജസ്റ്റിസ് കൃഷ്ണയ്യരും ജസ്റ്റിസ് ഖാലിദും ഒക്കെ ഉൾപ്പെട്ട സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ് പോലും ബംഗ്ലാദേശ് സുപ്രീം കോടതി അവരുടെ വിധിയിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ അവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ അവരേത് രീതിയിലാണ് നടപ്പാക്കുന്നത്, നീതി നിർവഹണം നടത്തുന്നത് എന്നുള്ളത് സമീപ രാജ്യങ്ങൾ അല്ലെങ്കിൽ സിമിലറായിട്ടുള്ള അതുപോലുള്ള നിയമവ്യവസ്ഥ പാലിക്കുന്ന ബാക്കി ജനാധിപത്യ രാജ്യങ്ങളിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ഉദാഹരണം. ഈ ബൽക്കീസ് ബാനുവിൻ്റെ ജഡ്ജ്മെൻറ്റ് ലോകം ശ്രദ്ധിച്ച ഒരു വിധിയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു അനീതി നടന്നത് സുപ്രീം കോടതി തിരുത്തുകയാണ് ഉണ്ടായത്. പക്ഷേ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും പല ഹൈക്കോടതികളിലും താഴത്തെ കോടതികളിലൊക്കെ ഇരിക്കുന്ന പല ജഡ്ജസും ഈ ട്രെയിനിങ് എല്ലാം കിട്ടിയതിന് ശേഷവും അവർ പലപ്പോഴും വീണ്ടും വിധികൾ പറയുമ്പോൾ ഇതുപോലുള്ള ബാലിശമായിട്ടുള്ള പാട്രിയാർക്കൽ വാല്യൂസിൻ്റെ പുറത്ത്, ഭരണഘടനയ്ക്ക് നിരക്കാത്ത മൂല്യങ്ങളുടെ പുറത്തും ഒക്കെ വിധി എഴുതുന്നത് കാണാറുണ്ട്. അവിടെയാണ് ഈ പറയുന്ന നീതി കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നത്. ഇതിൽ ഇങ്ങനെയുള്ള റേപ്പുകളെ പറ്റി അതിൻ്റെ ഒരു ഗ്രൂപ്പെന്ന് പറയുന്നത് ക്രൈംസ് അഗൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന് പറയും. മാനവികതയോടുള്ള വെല്ലുവിളി, മർഡർ, എത്നിക് ക്ലെൻസിങ്, അതായത് ഒരു വംശഹത്യയിലേക്ക് പോകുന്നത്, മാസ് റേപ്പ്, ആഴ്സൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കേസുകളിൽ പറയാറുള്ളത്. അടുത്തത് ഒരു പ്രധാനപ്പെട്ട നമ്മളെല്ലാം ശ്രദ്ധിച്ച ഒരു കേസ്, ഇപ്പം അതിജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കേസ്, പൾസർ സുനിയെ ഒരു കേസിൽ ശിക്ഷിക്കുകയാണ്. അത് പേര് പബ്ലിക്കായിട്ട് പറയുന്നില്ല, പക്ഷേ അവർ പബ്ലിക്കായിട്ട് വന്നിട്ട് ഞാൻ അതിജീവിതയാണ്, ഞാനൊരു വിക്ടിമല്ല എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നു. ഒരു സിനിമാ നടി തന്നെയാണ്. അവർ പബ്ലിക്കായിട്ട് ഇത്രയും വലിയ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നു. കേസ് ഇത്രയും തിരിച്ചടികളുണ്ടായിട്ടും സധൈര്യം മുന്നോട്ട് പോവുകയും കേസ് നടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു. അവസാനം വിധി വന്നപ്പോൾ നമുക്ക് നിരാശ ഉണ്ടാകുന്ന രീതിയിൽ നീതി നടപ്പായോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നീതി നടപ്പായില്ല എന്ന് തോന്നുന്നൊരു വിധിയാണ്. ആ ആക്ച്വൽ ക്രൈം, അതായത് ആ കൃത്യം നിർവഹിച്ചവരെ ശിക്ഷിച്ചു. പക്ഷേ ആ കൃത്യനിർവഹണത്തിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ആ തെളിവുകൾ ഇനി അപ്പീൽ കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെടും. അതുകൊണ്ട് അതിലേക്ക് ഇൻഡെപ്തായിട്ട് ഞാൻ പോകുന്നില്ല. പക്ഷേ എന്നാലും അതിനകത്ത് പറയേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു വിധി എഴുതി കഴിയുമ്പോൾ കോടതികളിൽ നിന്ന് നീതി നടപ്പായില്ല, പൂർണ്ണമായിട്ടുള്ള നീതി നടപ്പായിട്ടില്ല എന്നൊരു തോന്നലാണ് അതിന് പിന്നിലേക്ക് വരുന്നത്. കാരണം ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നു. ഇത്രയും പ്രയാസമുള്ള കാര്യങ്ങൾ ഗൂഢാലോചന തെളിയിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം പ്രത്യക്ഷമായ ഒരു തെളിവുകളും അവശേഷിപ്പിക്കാതെയാണ് ഗൂഢാലോചനകൾ എപ്പോഴും നടക്കുന്നത്. ആ ഗൂഢാലോചന തെളിയിക്കാനായിട്ട് സാഹചര്യ തെളിവുകളും സയൻറ്റിഫിക് എവിഡൻസും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒരു സഹതടവുകാരൻ എഴുതുന്ന ഒരു എഴുത്ത്, അതിനെ കോടതി അവിശ്വസിക്കുകയാണ്. കോടതി പറയുന്ന ഒരു തടവുകാരൻ എഴുതിയ എഴുത്താണ്.
പിന്നെ ജയിലിൽ താമസിക്കുന്നവർ തടവുകാരായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് കോടതി ഇത് വിശ്വസിക്കാത്തത്? അയാളെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. പിന്നീട് അതിൽ കോടതിയിൽ തന്നെ സമർപ്പിച്ച ഒരു രേഖ അത് ഇല്ലീഗലായിട്ട് ആക്സസ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കോടതിയിൽ കൊടുക്കുന്ന മൊഴികൾക്ക് എന്ത് വില കൊടുക്കണമെന്നുള്ളത് പ്രിസൈഡിങ് ഓഫീസറാണ് തീരുമാനിക്കേണ്ടത്. അതൊരു ജുഡീഷ്യൽ ഓർഡറാണ്. അതിനെ നമുക്ക് അതിൻ്റെ അപ്പീലിലെ ചാലഞ്ച് ചെയ്യാൻ പറ്റൂ. പക്ഷേ അതിനകത്തും നീതി നടപ്പായിട്ടില്ല എന്നുള്ള തോന്നലാണ് സമൂഹത്തിൽ വന്നത്. അത് അപ്പീൽ കോടതിയിൽ തിരുത്തപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വേറൊരു കാര്യം പറയാം, വളരെ സിമ്പിളായിട്ട് നമുക്ക് കൺമുന്നിലുള്ള ഒരു കാഴ്ച. ഈ കേസിനകത്ത് പോലും ഇത്രയും വലിയൊരു ക്രൂരകൃത്യം നടന്നിട്ട് ഈ റേപ്പ് ചെയ്തത് ഒരു സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയല്ല, അത് എക്സ്പ്രഷൻ ഓഫ് പവർ, ഇവരെ പീഡിപ്പിക്കാൻ വേണ്ടി ആ പീഡനത്തിലൂടെ ഒരു സാഡിസം, അതിലൂടെ ഒരു സന്തോഷം കാണുന്ന ആളുകൾ അത് ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്യുന്നു. ഇതെല്ലാം കോടതിയിൽ തെളിഞ്ഞു കഴിഞ്ഞതിന് ശേഷവും ശിക്ഷ കൊടുക്കുന്നത് മിനിമം സെൻറ്റൻസാണ്. 20 വർഷമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കേസുകളിൽ ഗാങ് റേപ്പ് ഈ തെളിഞ്ഞിരിക്കുന്ന വകുപ്പുകൾ അനുസരിച്ച് കൊടുക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് യാതൊരു ന്യായവുമില്ല. ഇപ്പം ഒരു ലൈഫ് ഇംപ്രസൺമെൻറ്റ് വരെ കൊടുക്കാവുന്ന ഒഫൻസാണ്. ജീവപര്യന്തം ശിക്ഷ കൊടുക്കാവുന്ന കേസ് തെളിഞ്ഞു കഴിഞ്ഞിട്ട് ജീവപര്യന്തം കൊടുക്കാതെ മുന്നിൽ നിന്നത് ചെയ്തയാൾക്ക് ജീവപര്യന്തം കൊടുക്കാതെ 20 വർഷം മാത്രമായിട്ട് ശിക്ഷ കൊടുക്കുന്നതിന് എന്താണ് കാരണം എന്നുള്ളത് ആ കോടതി വിധിയിൽ നിന്നൊട്ടും വ്യക്തമല്ല. അത് തീർച്ചയായിട്ടും അവിടെ നീതിയുടെ ഏത് ഡെഫിനിഷനിൽ കൂടെ നോക്കിയാലും നീതി നടപ്പായിട്ടില്ല. അതിജീവിതയ്ക്ക് മാത്രമല്ല, അതിജീവിത എന്ന് പറയുന്നത് നമ്മുടെ സമൂഹ മനസാക്ഷിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ക്രിമിനൽ കേസുകൾ എപ്പോഴും സ്റ്റേറ്റാണ് നടത്തുന്നത്. അതിൻ്റെ കാരണം തന്നെ, അതിൻ്റെ ലോജിക്ക് തന്നെ ഒരു ക്രൈം എന്ന് പറയുന്നത് സൊസൈറ്റിക്കെതിരാണ്, സമൂഹത്തിനെതിരാണ് കുറ്റകൃത്യം. ആ കുറ്റകൃത്യത്തിൽ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കുറ്റകൃത്യം ഇങ്ങനെ എറണാകുളം സിറ്റിയിൽ നടന്നിട്ട് പോലും അതിൽ കോടതി ഇതെല്ലാം ചെയ്ത് അവസാനം തെളിഞ്ഞു കഴിഞ്ഞ ഒരു കേസിൽ പ്രധാന കുറ്റവാളിക്ക് കിട്ടുന്ന ശിക്ഷ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണെങ്കിൽ നീതി നടപ്പായിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. വേറൊരു കേസ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഉന്നാവ് റേപ്പ് കേസ്, അതുപോലെ തന്നെ അതിനകത്തും ഈ കുട്ടിയുടെ പ്രായം, ഉന്നാവ് എന്ന് പറയുന്ന സ്ഥലത്തിലൊരു കുട്ടിയെ ബാലികയെ പീഡിപ്പിച്ച കേസാണ്. അപ്പോൾ അത് പോക്സോ കൂടെ വരുന്നൊരു കേസാണ്. അതിൽ ഡൽഹി ഹൈക്കോടതി 7 വർഷം പൂർത്തിയായി എന്ന കാരണം പറഞ്ഞതിലെ പ്രധാന പ്രതിയെ റിലീസ് ചെയ്യുകയാണ്, ബെയിൽ കൊടുത്ത് വെളിയിൽ ഇറക്കി വിടുകയാണ്. കേസോടെ അപ്പീൽ പെൻഡിങ് ആണ്. ആ കേസിനകത്ത് പറയുന്ന കാരണം ഇദ്ദേഹം ഒരു MLA ആണ്. MLA എന്ന് പറയുന്നത് പബ്ലിക് സെർവൻ്റ് അല്ല എന്നാണ് പറയുന്നത്. പബ്ലിക് സെർവൻ്റ് എന്ന് പറഞ്ഞാൽ പൊതുജന സേവകൻ എന്നുള്ള അർത്ഥമാണ്. പോക്സോ നിയമത്തിൽ പബ്ലിക് സെർവൻ്റ് എന്നുള്ള ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ പോക്സോ നിയമത്തിൽ പറഞ്ഞ് ഈ നിയമത്തിൽ ഏതെങ്കിലും ഒരു വാക്കിൻ്റെ അർത്ഥം കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്ത്യൻ പീനൽ കോഡിലുള്ള അർത്ഥം തന്നെയാണ് എന്ന് പറയുന്നു. അപ്പം പബ്ലിക് സെർവൻ്റ് എന്നുള്ള അർത്ഥം ഇന്ത്യൻ പീനൽ കോഡിൽ നോക്കിയാൽ അതിനകത്ത് ഡെഫിനിഷനകത്ത് പോലീസ് ഓഫീസർ, ബാക്കി പല ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നുള്ള വാക്കില്ല. അപ്പം MLA പബ്ലിക് സെർവൻ്റ് അല്ല എന്ന കാരണം കൊണ്ട്, MLA അല്ലാത്തതുകൊണ്ട് ഈ ഒരു കേസിന് ഈ സെക്ഷൻ അട്രാക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ കേസിൽ മാക്സിമം കൊടുക്കാവുന്ന ശിക്ഷ 7 വർഷമാണ്. 7 വർഷം ഇവർ ജയിലിൽ കിടന്നു കഴിഞ്ഞതുകൊണ്ട് അവരെ റിലീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ഡൽഹി ഹൈക്കോടതി അവരെ തുറന്നു വിടുന്നൊരു സംഭവം ഉണ്ടായി. അതിനെതിരെ സുപ്രീം കോടതി അതും സ്വമേധയാ കേസെടുത്ത് അതിലും തിരുത്തി 2025 അവസാനം സുപ്രീം കോടതി ആ വിധി സ്റ്റേ ചെയ്തു. ഇദ്ദേഹം വെളിയിൽ വന്നിട്ടില്ല. കാരണം അദ്ദേഹം വേറൊരു കേസിൽ ഈ കുട്ടിയുടെ പിതാവിനെ കൊന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട് 10 വർഷം ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ്. അതുകൊണ്ട് പുറത്ത് വന്നിട്ടില്ല. പക്ഷേ സുപ്രീം കോടതി ഈ ഒരു കേസിലെ ഡൽഹി ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തു. ആ സ്റ്റേ ചെയ്തപ്പോൾ ഈ ഡൽഹി ഹൈക്കോടതിയുടെ വിധി കണ്ടിട്ട് ഇത് നീതി നടപ്പായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതി നടപ്പായിട്ടില്ല. ഇങ്ങനെ അർത്ഥം വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നിയമം അതിൽ ആർക്കാണോ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് അവരെ പരാജയപ്പെടുത്തുന്ന രീതിയിലായിരിക്കും അർത്ഥം വ്യാഖ്യാനിക്കുന്നത്. ഇവരാണ് യഥാർത്ഥത്തിൽ നീതി അർഹിക്കുന്ന അതിജീവിതമാർ, അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള ഒരു പീഡനത്തിനിരയായവർ. അവർക്ക് നീതി നടപ്പായിട്ടില്ല എന്നാണ് ഇങ്ങനെയുള്ളൊരു വിധി വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഇതിന് കാരണങ്ങൾ അന്വേഷിക്കുമ്പം യുക്തിപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിനുള്ള ബേസിക്കായിട്ടുള്ള കാരണങ്ങൾ കൂടി അന്വേഷിക്കണം. കാരണങ്ങൾ ആളുകൾ പലരും പല റീസണിങ് പറയും. അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എക്സ്ട്രേനിയസ് ആയിട്ട് തെളിവില്ലാത്ത ഒരു കാര്യവും നമ്മൾ സംസാരിക്കാൻ പാടില്ല. കോടതി വിധി, കോടതിയിലിരിക്കുന്ന ജഡ്ജ് എല്ലാ തെളിവുകളും കണ്ടിട്ട്
ന്യായമായിട്ട് അതിൽ നിയമം അപ്ലൈ ചെയ്ത് തന്നെയാണ് ചെയ്തതെന്ന് കരുതുക. അല്ലാതെ അതിനകത്ത് ബാക്കി കാരണങ്ങൾ, ഒരു പ്രതിയെ കണ്ടപ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിന്നു എന്നൊക്കെ പറയാൻ തെളിവില്ലാത്ത കാര്യങ്ങളാണ്, ഞാനത് വിശ്വസിക്കുന്നില്ല. അതല്ല അതിൻ്റെ കാരണം. ഒരു കാരണം എനിക്ക് തോന്നുന്നത് വളരെ പ്രധാനമാണ്. എന്തെഴുതി വെച്ചാലും അതിന് അർത്ഥം കൊടുക്കുന്നത് ആ നീതിന്യായം നിർവഹിക്കാൻ ബാധ്യസ്ഥരായവർ അതിൽ കൊടുക്കുന്ന ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം കൊടുക്കുമ്പോൾ പലപ്പോഴും ജുഡീഷ്യസ് ആയിട്ട്, അതായത് ന്യായമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ബയസ്, നമ്മുടെ ഉള്ളിലുള്ള മുൻവിധികൾ, പ്രജുഡിസുകൾ, അതിനെ മറികടന്നുകൊണ്ട് വേണം ഒരർത്ഥം കൊടുക്കാൻ. വളരെ സിമ്പിളായിട്ട് ഉദാഹരണം പറയാം. നമുക്കെല്ലാവർക്കും ബയസുണ്ട്. ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളോട് നമുക്ക് കൂടുതൽ ഇഷ്ടമുണ്ട്. ചിലർക്ക് ചില നിറങ്ങൾ ഇഷ്ടമാണ്, ചിലർക്ക് ചില ജെൻഡർ, ഇപ്പം പുരുഷന്മാരോട് കൂടുതൽ ബഹുമാനമുള്ളവർ, സ്ത്രീകളോട് താല്പര്യമില്ലാത്തവർ, ഉള്ളിൽ ചിലപ്പോൾ കാണും, പുറമേ പ്രകടിപ്പിക്കാതെ മിസോജിനിസ്റ്റേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്, സ്ത്രീ വിരോധികളായിട്ടുള്ള ആളുകളുണ്ട്. ചിലർ സ്ത്രീകളോട് മാത്രം ബഹുമാനമുള്ളവർ, ഈ പുരുഷന്മാരോട് തീരെ പുച്ഛമുള്ള ആളുകളുണ്ട്. ഒരു ജെൻഡർ ബയസ് ആകാം, നിറങ്ങളോടാകാം, ചിലപ്പോൾ ജാതിയുടെ പേരിലുള്ള ബയസാകാം, മതത്തിൻ്റെ പേരിൽ ബയസുള്ളവരുണ്ട്. പിന്നെ വിശ്വാസം വളരെ മുറുകെ പിടിക്കുന്ന, അതായത് ഒരു ഐഡിയോളജിക്കലി വളരെ സ്ട്രോങ് ആയിട്ട്, ഒരു പ്രത്യയശാസ്ത്രത്തിൽ വളരെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരാൾക്ക് അതിനെതിരായിട്ട് നിൽക്കുന്ന ഒരാളോട് അന്ധമായ വിരോധം ഉണ്ടാകാം. അങ്ങനെ വിശ്വാസമുള്ളവരുണ്ട്. പിന്നെ ചില കാരണങ്ങളൊന്നുമില്ലാതെ ബയസ് ഉള്ളവരുണ്ട്. ഈ ബയസ് ഓവർകം ചെയ്യാനാണ് ജഡ്ജി ആയിട്ടിരിക്കുന്നവരെ പരിശീലിപ്പിക്കേണ്ടത്. അത് എത്രമാത്രം ചെയ്യാൻ കഴിയും? സാധാരണ മനുഷ്യരാണ് ലോയുടെ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് പരീക്ഷയൊക്കെ എഴുതി ജഡ്ജിമാരായിട്ട് വരുന്നത്. അവർ ഈ പല കാര്യങ്ങളിലും ബയസ് ഓവർകം ചെയ്യാൻ പറ്റാറില്ല. കാരണം ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. കേസിൽ ഒരു പ്രതി നല്ല കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് വന്ന് പ്രതിയായിട്ട്, ഇയാളാണ് ഈ കേസ്, അയാൾ അങ്ങനെ ചെയ്യാൻ വഴിയില്ല, ഇയാൾ ഇത്രയും നല്ലൊരു മനുഷ്യൻ ചിലപ്പം ഇതുപോലൊരു കള്ളത്തരം കാണിക്കാനുള്ള വഴിയില്ല, ഇയാൾ കള്ളനാണെന്ന് വിശ്വസിക്കുന്നില്ല. ചില ജഡ്ജസിൻ്റെ ഉള്ളിൽ വരുന്ന അതാണ് ബയസ്, പക്ഷാഭേദം എന്ന് പറയും. ഈ പക്ഷാഭേദം ഉണ്ടെങ്കിൽ, ബയസ് ഉണ്ടെങ്കിൽ വിധി ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിയാലും ഇതെല്ലാം കാണുന്നതിനകത്ത് ഒരു പാളിച്ച വരും. ബയസ് ഉണ്ടെങ്കിൽ ഏതൊരു സ്റ്റേജിലും ആ വിധി, സുപ്രീം കോടതി വിധികളുണ്ട്, അതൊരു കാരണമാണ് ആ വിധി ഇല്ലീഗലാണെന്ന് ഡിക്ലെയർ ചെയ്യാൻ. പക്ഷേങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയിൽ ജഡ്ജസിന് ട്രെയിനിങ് കൊടുക്കുന്ന അക്കാഡമിയിൽ ഹൈദരാബാദിൽ ഒരു മോക്ക് ടെസ്റ്റ് നടത്തി. ചെയ്തതെന്ന് വെച്ചാൽ 50 ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ, ജഡ്ജസ് ആയിട്ടുള്ളവർ 50 പേര്, ജില്ലാ ജഡ്ജിയുടെ റാങ്കിലുള്ളവരെ ഇരുത്തിയിട്ട് ഒരു തീരുമാനമെടുത്തൊരു കേസാണ്. ഒരു ജില്ലാ കോടതി ഒരു കേസിൽ റേപ്പിന് ശിക്ഷിച്ച ഒരു കേസിൻ്റെ ഫാക്റ്റ് എടുത്തിട്ട്, ഫാക്റ്റും അതിനകത്തെ എവിഡൻസും, തെളിവുകൾ, മൊഴികൾ എല്ലാം കൂടെ കൊടുത്ത് എല്ലാവരോടും പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ വിധി എഴുതാൻ പറഞ്ഞു. അതിൽ 30 പേരോളം അത് റേപ്പാണ് എന്ന് പറഞ്ഞ് കണ്ട് ശിക്ഷ വിധിച്ചു. 10-12 പേര് ഇതിനകത്ത് അറ്റംപ്റ്റ് റേപ്പാണ്, ഇതൊരു റേപ്പായിട്ടില്ല, റേപ്പ് നടത്താനുള്ള അറ്റംപ്റ്റ് ആണെന്ന് പറഞ്ഞ് വിധി എഴുതി. ബാക്കി 3 പേര് തെളിവൊന്നുമില്ല, ഈ തെളിവുകൾ സഫിഷ്യൻ്റ് അല്ല എന്ന് പറഞ്ഞ് ഈ നിരപരാധിയാണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു കേസിൽ. അപ്പം ഒരേ റാങ്കിൽ ഒരേ കാര്യം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജഡ്ജസ് പോലും ഒരേ ഫാക്റ്റും ഒരേ തെളിവുകളും ഒരേ മൊഴികളും കണ്ടിട്ട് പല രീതിയിലാണ് വിധി എഴുതുന്നത്. അവിടെ അതിന് ബയസ് എന്നാണ് പറയേണ്ടത്. ഇതിനെ ഓവർകം ചെയ്യാനാണ് ജഡ്ജസിന് ജുഡീഷ്യൽ അക്കാഡമിയിൽ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വിധി എഴുതിയത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ള ചോദ്യത്തിന് അർത്ഥം, ഒരു പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ, തെളിവുകൾ കൺസിഡർ ചെയ്ത ജുഡീഷ്യൽ ഓഫീസർ മൈൻഡ് അപ്ലൈ ചെയ്തപ്പോൾ അത് വളരെ ഇമ്പാർഷ്യലായിട്ടാണോ കണ്ടത്, വേണ്ട രീതിയിലാണോ അത് നോക്കിക്കണ്ടത്, തെളിവുകൾക്ക് അർത്ഥം വ്യാഖ്യാനിച്ചിരിക്കുന്നത് ശരിയായ രീതിയിലാണോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ അതിന് ബാക്കി കാരണങ്ങളൊന്നും വേണ്ട. ഈ പറയുന്ന തെളിവ്, അപ്രിസിയേഷൻ ഓഫ് എവിഡൻസ് എന്ന് പറയും. എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്തത് ശരിയായ രീതിയിലല്ലെങ്കിൽ അവിടെ കേസ് നിയമത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥം കൊടുക്കപ്പെടാതെ പോകാം, ശിക്ഷ വിധിക്കപ്പെടാതെ പോകാം. അതിന് ഞാനൊരു വളരെ പഴയ ഒരു കേസിൻ്റെ ഉദാഹരണം പറഞ്ഞ് നിർത്താം. പോലീസ് സ്റ്റേഷനിൽ പണ്ട് മധുര എന്ന് പറഞ്ഞ പേരായ ഒരു യുവതി, 14-നും 16-നും ഇടയ്ക്ക് പ്രായം ആണ് എന്ന് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തു. പിന്നീട് ആ യുവതി തൻ്റെ സഹോദരനൊത്ത് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി വരികയാണ്. പോലീസ് സ്റ്റേഷനകത്ത് റേപ്പ് നടന്നു എന്ന് പറഞ്ഞ് പിന്നീട് കേസ് ഫയൽ ചെയ്തു. കേസ് ഫയൽ ചെയ്ത്
ട്രയൽ കോടതി, വിചാരണ കോടതി വെറുതെ വിട്ട കേസിൽ ഹൈക്കോടതി അതേ തെളിവുകൾ വെച്ചിട്ട് പോലീസ് സ്റ്റേഷനകത്ത് റേപ്പ് നടന്നു എന്ന് പറഞ്ഞ് പോലീസുകാരെ പലരെ ശിക്ഷിച്ചു. ആ കേസ് സുപ്രീം കോടതി വന്നപ്പോൾ സുപ്രീം കോടതിയിലെ 3-അംഗ ബെഞ്ച് വിധി എഴുതി ഇവർ ഒരു പാസീവായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറയുന്നത് സത്യമല്ല, ആ കേസ് പോലീസ് സ്റ്റേഷനകത്ത് റേപ്പ് നടന്നിട്ടുണ്ടെന്നുള്ളതിന് തെളിവില്ല, ഇവരുടെ ദേഹത്ത് മുറിവുകൾ പാടുകളൊന്നുമില്ല, പോലീസ് സ്റ്റേഷനകത്ത് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അത് സമ്മതത്തോടു കൂടി ആയിരിക്കാം, റേപ്പ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് പോലീസുകാരെ വെറുതെ വിട്ടു. അത് വളരെ വലിയ സാമൂഹ്യ പ്രത്യാഘാതം ഉണ്ടാക്കിയ ഒരു വിധിയായിരുന്നു. അതിനുശേഷം അന്ന് ഡോക്ടർ ഉപേന്ദ്ര ബക്ഷി ഒരു കത്തെഴുതി സുപ്രീം കോടതി ജഡ്ജിമാർക്ക്. അദ്ദേഹം ചോദിച്ചത്, പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു വരുന്ന ഒരു സാധാരണക്കാരിയെ ദളിതായിട്ടുള്ളൊരു സ്ത്രീയും കൂടെ വരുന്ന ബ്രദറും ഈ സ്റ്റേഷനിൽ സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയാണോ പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറിപ്പോയത്? ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതാണോ നിങ്ങളുടെ മനസ്ഥിതി? ആ കത്ത് വളരെ ഫേമസ് ആണ്. ഈ കത്ത് പോയതിന് ശേഷം, ഇത് പബ്ലിഷ് ആയതിനു ശേഷം അന്നത്തെ ഗവൺമെൻറ്, ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റാണെന്ന് തോന്നുന്നു, അന്ന് ഇന്ത്യൻ പീനൽ കോഡിൽ റേപ്പിൻ്റെ ഡെഫിനിഷനകത്ത് പേഴ്സൺ ഇൻ അതോറിറ്റി, പോലീസ് സ്റ്റേഷനിലോ ഹോസ്പിറ്റലിലോ ഒക്കെ ഒരു കുറ്റകൃത്യം നടക്കുകയാണെങ്കിൽ അതിനകത്തിരിക്കുന്ന അതോറിറ്റി, അവിടെ ഇരിക്കുന്ന ആളുകൾ ഇതിൽ റേപ്പ് നടന്നിട്ടുണ്ടെന്നുള്ള ഒരു പ്രിസംഷൻ തിരിച്ച് അവർ ചെയ്തിരിക്കാമെന്നുള്ള പ്രിസംഷൻ വെച്ചിട്ട് ആ നിയമത്തിൽ ഡെഫിനിഷൻ മാറ്റി. പീനൽ കോഡിൽ അമെൻമെൻറ്റ് വന്നു. അതായത് ശിക്ഷാ നിയമത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു അന്നത്തെ ഗവൺമെൻറ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിട്ട് അത് ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ളൊരു ഉദാഹരണമാണ്. കാരണം ഒരുപക്ഷെ ഇവർ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് പ്രതികളായിട്ട് നിൽക്കുന്നവർ. അവരിങ്ങനെ ദളിതായിട്ടുള്ളൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ കാരണം ഒന്നുമില്ലായിരിക്കും, ചെയ്തിരിക്കാൻ സാധ്യതയില്ല എന്ന് പറയുകയാണ്. ഇന്ത്യൻ സുപ്രീം കോടതി പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെയുള്ള കേസുകൾ നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങൾ നടന്നപ്പോൾ ചിലപ്പോൾ ആ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല, പക്ഷേ നിയമം അതിനുശേഷം മാറിയിട്ടുണ്ട്. നിയമം മാറിയതിന് ശേഷം പിന്നീട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വീണ്ടും ഉണ്ടായിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ തിരിച്ച് ജയിലിലേക്ക് അയച്ച സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ബിൽക്കിസ് ബാനുവിൻ്റെ കേസ് പോലെ. പിന്നെ അലഹബാദ് ഹൈക്കോടതിയുടെ അതൊരു പ്രാഥമികമായിട്ടുള്ള നിഗമനങ്ങളായിരുന്നു, അത് സുപ്രീം കോടതി തിരുത്തി. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഉന്നാവ് കേസിൽ ഡൽഹി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് തിരുത്തി സുപ്രീം കോടതി. കേരളത്തിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിലെ ഇപ്പോൾ നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്, നമ്മുടെ സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിച്ചൊരു കേസാണ്. കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എല്ലായിടത്തും നോർത്തിലൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം അതൊരു വലിയ പേരുള്ള ഒരു സിനിമാ താരമൊക്കെ അതിൽ പ്രതിയായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് ആ ന്യൂസ് നാഷണൽ പ്രാധാന്യത്തോടു കൂടി വന്നിരിക്കുകയാണ്. അവിടെയും ഈ തെറ്റ് ഈ കേസിൽ തന്നെ തിരുത്തപ്പെടുമെന്നും അതിനകത്ത് ഗൂഢാലോചനയിൽ പങ്കുള്ള ആളെ കൃത്യമായിട്ട് കണ്ടെത്തുമെന്നും അപ്പീലിൽ ആ തെറ്റ് തിരുത്തി ശിക്ഷ പ്രഖ്യാപിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതാണെനിക്ക് ഈ അതിജീവിതമാർക്ക് നീതി കിട്ടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് സമൂഹത്തിലൊന്നും പെർഫെക്റ്റ് അല്ല. അപ്പോൾ അതിനകത്ത് ശരിയായ ദിശയിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായൊരു പ്രവർത്തനം വേണം. ജഡ്ജസായിട്ട് വരുന്നൊരു സാധാരണ മനുഷ്യരാണ്. സാധാരണ മനുഷ്യർക്കുള്ള പ്രത്യേകതകളും ബലഹീനതകളും ഒക്കെ ഉള്ളവരാണ്. അതിനെ ഓവർകം ചെയ്യാനാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അവിടെ ഒരു കോടതിയിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ തിരുത്താനാണ് അപ്പലേറ്റ് കോടതികളുള്ളത്. തെളിവ് അവിടെ പ്രാധാന്യമുണ്ട്. തെളിവിനും നിയമത്തിനും ബലമുണ്ട്. പക്ഷേ ആ നിയമത്തിൻ്റെ വ്യാഖ്യാനം വരുന്നത് സമൂഹത്തിന് എന്ത് വേണം എന്നാണ് ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ശരിയായ ദിശയിലാണോ ഈ നിയമത്തിൻ്റെ വ്യാഖ്യാനം വരുന്നത് എന്ന് തീരുമാനിക്കുന്ന ജഡ്ജസാണ്. ആ വിധി വന്നു കഴിയുമ്പോൾ നമുക്കതിനെ ഒബ്ജക്റ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാം. കോടതി വിധികളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഫെയർ ക്രിറ്റിസിസം ഒരു കുറ്റകൃത്യമല്ല. ജഡ്ജിയെ പേഴ്സണലായിട്ട് കുറ്റം പറയാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ജഡ്ജ്മെൻറ്റ്സിലും അതിനെപ്പറ്റി പ്രതികരിക്കാനും അതിനെതിരായിട്ട് കൂട്ടായ്മകൾ രൂപീകരിക്കാനും അതിനെപ്പറ്റി ചർച്ച നടത്താനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ സമൂഹം ഉണർന്നിരിക്കുന്നൊരവസ്ഥയിൽ നീതി കൂടുതൽ വ്യക്തമായ രീതിയിൽ, നീതി എന്ന് പറയുന്നതിനൊരു പൂർണ്ണമായൊരു ഡെഫിനിഷൻ ഇല്ലെങ്കിൽ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനും ഈ രീതിയിൽ മുന്നോട്ട് നടക്കില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു മെസ്സേജ് പോകുന്ന രീതിയിൽ വിധികൾ വരാനും ഒക്കെ സമൂഹം ജാഗരൂകമായിട്ടിരിക്കുകയാണെങ്കിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിലേക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉത്തരം പറയാനായിട്ട് ബാക്കി സമയം മാറ്റിവെക്കാം. അവസാനം പറഞ്ഞല്ലോ, ഒരു കോടതി വിധിയെ വിശദീകരിക്കുക, അതൊരു കുറ്റകൃത്യമല്ല. കോടതി പക്ഷേ എന്താണ് അപ്പോൾ കോടതി അലക്ഷ്യം? അതെങ്ങനെയാണ് കോടതി അലക്ഷ്യമാവുക? അല്ലെങ്കിൽ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കോടതി അലക്ഷ്യം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 ആർട്ടിക്കിൾ 19(1)A 19 ഉപവകുപ്പ് 1
എ എന്ന് പറയുന്ന ഉപവകുപ്പിൽ ഭരണഘടനയിൽ പറയുന്ന ഒരു അവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പരിമിതമായിട്ടുള്ള ഗ്രൗണ്ടുകളിൽ മാത്രമേ അത് അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പാടുള്ളൂ. അത് ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. അതിൽ 8 കാരണങ്ങൾ നമ്മുടെ സോവർണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്നു. ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ഫോറിൻ സ്റ്റേറ്റ്സ്, ഇന്ത്യയും വേറൊരു രാജ്യവുമായിട്ടുള്ള സൗഹൃദത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരു കണ്ടീഷനാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കോടതി അലക്ഷ്യം. കോടതി വിധികളിൽ ഉള്ള അഭിപ്രായ പ്രകടനം കണ്ടംപ്റ്റ് ആകുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനത്തിന് സ്വാതന്ത്ര്യമില്ല എന്നുള്ളത്. ഈ കണ്ടംപ്റ്റ് ആകുന്നത് എന്താണെന്ന് സുപ്രീം കോടതി വിധികളിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. അത് പറയുന്നത് ഒരു വിധിയെ നമുക്ക് നിയമത്തിൻ്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ഏത് രീതിയിലും തെറ്റാണ് എന്ന് വ്യാഖ്യാനിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരും. കോടതി വിധികൾക്ക് അതിനെ ഒബ്ജക്റ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നതോ കാര്യകാരണ സഹിതം വിമർശിക്കുന്നതോ ഒരു കുറ്റമല്ല. അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആകുന്നില്ല. കണ്ടംപ്റ്റ് ആകുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കതായ തെളിവുകളില്ലാതെ, തക്കതായ കാരണങ്ങളും തെളിവുകളും ഇല്ലാതെ ഒരു ജഡ്ജി കറപ്റ്റാണ് അല്ലെങ്കിൽ അതിനകത്ത് ബയസാണ് എന്ന് പറയുന്നത് ഒരു കണ്ടംപ്റ്റാണ്. ഇപ്പോൾ ബയസിൻ്റെ കാര്യം ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത് അത് മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ള കാരണങ്ങളാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയിൽ ഉൾപ്പെടെയുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങളല്ലാതെ ഒരു കേസിനകത്ത് വ്യക്തി താല്പര്യം സംരക്ഷിക്കാനാണ് ഒരു ജഡ്ജി ഇത് ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ അതിന് തെളിവ് വേണം, തെളിവ് സഹിതം. കാരണം കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനകത്തും സത്യം എന്ന് പറയുന്ന ഒരു ഡിഫൻസാണ്. സത്യം നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ കണ്ടംപ്റ്റ് ആകുന്നില്ല. കണ്ടംപ്റ്റ് ആകുന്നത് സത്യമല്ലാത്തൊരു കാരണം അല്ലെങ്കിൽ തെളിവുകളില്ലാത്തൊരു കാര്യം ഒരു അടിസ്ഥാനവുമില്ലാതെ ജഡ്ജിക്കെതിരെ പറയുകയാണെങ്കിൽ അത് കണ്ടംപ്റ്റ് ആവും. പിന്നെ കോടതി നടപടികളെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ, കോടതി നടപടികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആരെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതും കണ്ടംപ്റ്റ് ആവും. അതല്ലാതെ ഫെയർ ക്രിറ്റിസിസം എന്ന് പറയുന്നത് കോടതി ലക്ഷ്യത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. ഫെയർ ക്രിറ്റിസിസം ഇഷ്ടം പോലെ ആർട്ടിക്കിൾസ്, അക്കാഡമിക് സ്റ്റഡീസ്, എഴുത്തുകൾ, പിന്നെ അതിനെതിരെയുള്ള ലേഖനങ്ങൾ ഒക്കെ വരാറുണ്ട്. അതൊന്നും കണ്ടംപ്റ്റ് ആകുന്നില്ല. അപ്പോൾ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏത് കോടതി വിധിയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. കാരണം ജനാധിപത്യത്തിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഇതിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ജനാധിപത്യത്തിൽ രാജാധിപത്യം പോലെയല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു റിലീജിയസ് ഫീലിങ്സും ഒരു പാർട്ടിയും ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും ഒരു വിശ്വാസവും വിമർശനത്തിന് അതീതമല്ല. അവിടെ കേസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം ആലോചിച്ചത്, നമ്മുടെ ഒരു വടക്കേ ഇന്ത്യയിൽ ഒരു ജഡ്ജ് പേരിൽ ഒരു പീഡന കേസ് ഉണ്ടായിട്ട് ആ കേസിൻ്റെ കേൾക്കാനായിട്ട് ആ ജഡ്ജി തന്നെ വന്നതായിട്ട് അങ്ങനെ വരുന്നതായിട്ട് ഒരിക്കൽ കുറച്ച് നാൾ മുമ്പ് മാധ്യമങ്ങളിലൊക്കെ കണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണെന്നൊന്ന് പറഞ്ഞേക്കുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ കൃത്യമായ തെളിവുകളും രേഖകളും അല്ലെങ്കിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ, ആരെങ്കിലും സാക്ഷിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരാണ് ചെയ്തതെന്നുള്ളത് പ്രസക്തമല്ല. ആരാണെങ്കിലും ഏത് അധികാരസ്ഥാനത്തിലിരിക്കുന്നവരാണെങ്കിലും അവർക്കെതിരെ ക്രിമിനൽ നടപടികൾ തുടങ്ങാവുന്നതാണ്. പക്ഷേ കാര്യങ്ങൾ അടിസ്ഥാനമില്ലാത്തുള്ള ആരോപണങ്ങൾ അത് സാധാരണ ആർക്കെതിരെയും കൊടുക്കാൻ പാടില്ല. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഏതാണെന്ന് അറിയില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു ജഡ്ജിൻ്റെ പേരിലാണ് ഇത് വന്നത്, എന്നിട്ട് ആ ജഡ്ജി തന്നെ ആ കേസ് അതായത് പഴയ ഒരു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം കോടതിയിലെ തന്നെ സ്റ്റാഫായിട്ടുള്ള ഒരു സ്ത്രീ ഉന്നയിച്ചപ്പോൾ ആദ്യത്തെ ദിവസം ഒരു സ്പെഷ്യൽ കോടതി വിളിച്ചുകൂട്ടി 3 അംഗ ബെഞ്ചിൽ ഇദ്ദേഹം തന്നെ പാർട്ടിയായിട്ടിരുന്നുകൊണ്ട് ഒരു വിധി എഴുതി. ആ വിധി എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റേജിലാണ്. പക്ഷേ ഒപ്പിട്ടതിനകത്ത് ഈ ചീഫ് ജസ്റ്റിസ് ഇല്ല, ബാക്കി 2 ജഡ്ജസ് ഒപ്പിട്ടു. അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ക്രിറ്റിസിസം ഉണ്ട്. കാരണം ഇത് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയും, സാമാന്യ നീതി. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നോബഡി ഷാൽ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ്. സ്വന്തം കാര്യത്തിൽ ആരും വിധി എഴുതാൻ പാടില്ല. എൻ്റെ കാര്യത്തിൽ എനിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായി, ഞാനല്ല വിധി എഴുതേണ്ടത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തു എന്നുള്ള ഒരു ക്രിറ്റിസിസം ഒന്നുണ്ടായിരുന്നു. പിന്നീട് അത് മാറി വേറെ ബെഞ്ചിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ ആ കേസിൽ ആ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് വളരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ സുപ്രീം കോടതിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. പിന്നെ റിട്ടയർമെൻറ്റിന് ശേഷം ഇപ്പം മെമ്പർ ഓഫ് പാർലമെൻറ്റാണ്, രാജ്യസഭയിൽ അദ്ദേഹം MP ആണ്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഒരു അത്ര ഇഫക്റ്റീവ് അല്ല എന്ന് ഒരുപാട് രാജ്യങ്ങളുടെ എക്സാമ്പിൾ വെച്ച് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു പണിഷ്മെൻറ്റും ഇഫക്റ്റീവ് അല്ല എന്ന് പറയേണ്ടി വരുമല്ലോ. അപ്പോൾ ക്രൈംസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് അതല്ലാതെ വേറെ
ഉള്ള റീസൺസ് എന്താണ്? ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പാടില്ല എന്ന് പറയുന്നതിന് ഉള്ള മറ്റ് ജസ്റ്റിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിയമത്തിൽ നമ്മൾ പഴയ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്ററൻസ്, അതായത് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയും. നീതി നടപ്പാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്തവന് അത് തക്കതായിട്ടുള്ള ഒരു ഐ ഫോർ ആൻ ഐ എന്ന് പറയുന്നത്, ഒരു കണ്ണിന് പകരം ഒരു കണ്ണ്, കൈ വെട്ടിക്കളയുക, അല്ലെങ്കിൽ ആളുകളെ ശൂലത്തിൽ കുത്തി നിർത്തുക. പഴയ മതമൂല്യങ്ങളനുസരിച്ചാണെങ്കിൽ മനുസ്മൃതിയിൽ പറയുന്ന പോലുള്ള ശിക്ഷാവിധികൾ, അല്ലെങ്കിൽ ഖുറാനിലോ വേറെ എവിടെയെങ്കിലും പറയുന്ന പോലുള്ള ശിക്ഷാവിധികൾ നടപ്പാക്കുന്ന പഴയ രീതിയിലുള്ള മാതൃകകൾ അതാണ്. അവിടെ നിന്ന് മാറി ജനാധിപത്യ സമൂഹത്തിൽ ഒരു റാഷണലായിട്ട് ചിന്തിക്കുന്ന സമൂഹത്തിൽ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നത് ശിക്ഷയുടെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ക്രൈംസ് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. സമൂഹത്തിൽ ലോ ആൻഡ് ഓർഡർ വേണം, നിയമവ്യവസ്ഥ പാലിക്കപ്പെടണമെങ്കിൽ ബാക്കി ആരും ഇത് കണ്ട് ഫോളോ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഡിറ്ററൻസ്, ഒരാളെ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷ കിട്ടുമെന്നുള്ള ഒരു തിരിച്ചറിവ് ബാക്കിയുള്ളവരിത് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ഒന്ന്. രണ്ടാമത്തേത്, ഈ കുറ്റം ചെയ്ത ആളെ തന്നെ സമൂഹത്തിന് പ്രയോജനപ്രദമായ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയുണ്ട്. ചെറിയ ചെറിയ കുറ്റങ്ങളാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ചെറിയ ശിക്ഷകൾ കൊടുക്കുക. അതുകൊണ്ടാണ് ഈ കാസ്ട്രേഷൻ ഒരു ശിക്ഷയായിട്ട് കൊടുക്കണ്ട എന്ന് ജയസ്വർമ്മ കമ്മിറ്റി പറഞ്ഞത്. അതായത് അങ്ങനെ ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും റിട്രിബ്യൂട്ടീവ് ആകാൻ പാടില്ല. ആ ശിക്ഷ കൊടുത്തത് കൊണ്ട് നമ്മൾ വെഞ്ചൻസ് തീർത്തു, പ്രതികാരം തീർക്കാനായിട്ട് നിയമത്തെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് മോഡേൺ കൺസെപ്റ്റ്. അതിന് ഒരു ഉദാഹരണം, ഒരു പഴയ ചീഫ് ജസ്റ്റിസ് ബോബ്ഡെ, അദ്ദേഹം പബ്ലിക്കായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. ആന്ധ്രയിലെ ഒരു യുവതി ഒരു ഡോക്ടറെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി. പിറ്റേ ദിവസം ന്യൂസ് വന്നു, ഈ 4 റേപ്പിസ്റ്റുകളെ പോലീസ് വെടിവെച്ച് കൊന്നു തെലങ്കാന പോലീസ് ഹൈദരാബാദിൽ. അപ്പം ഇതിനെപ്പറ്റി ഒരു പബ്ലിക് മീറ്റിങ്ങിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ബോബ്ഡെ രാഷ്ട്രപതിയുടെ പ്രസിഡൻ്റുള്ള ഒരു വേദിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, ജസ്റ്റിസ് കനോട്ട് ടേക്ക് ദ ഫോം ഓഫ് റിവെഞ്ച്. ജസ്റ്റിസ്, നിയമം എന്ന് പറയുന്നത് ഒരു പ്രതികാരത്തിൻ്റെ രൂപം എടുക്കാൻ പാടില്ല. പ്രതികാരത്തിൻ്റെ രൂപം എടുത്തു കഴിഞ്ഞാൽ അത് നീതിയാകുന്നില്ല, ജസ്റ്റിസ് ആകുന്നില്ല. ജസ്റ്റിസ് എന്ന് പറയുന്നത് ചിലപ്പോൾ സ്ലോ ആയിരിക്കും, ഇൻസ്റ്റൻ്റ് ആകാൻ പാടില്ല. ജസ്റ്റിസ് കനോട്ട് ബി ഇൻസ്റ്റൻറ്റ്, ഇറ്റ് കനോട്ട് ടേക്ക് ദ ഫോം ഓഫ് റിവെഞ്ച്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് ജസ്റ്റിസ് ആകുന്നില്ല എന്ന് പറഞ്ഞു. അതാണ് ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. ഇന്നത്തെ ലോകത്ത് പ്രതികാരമല്ല നിയമത്തിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ റിഫർമേറ്റീവ് തിയറി എന്ന് പറയുക, റിഫർമേഷൻ. ഈ കുറ്റം ചെയ്ത ആളുകൾ എത്ര വലിയ കൊടും കുറ്റവാളിയാണെങ്കിലും അവരെ സമൂഹത്തിലേക്ക് പ്രയോജനപ്രദമായ രീതിയിൽ യൂസ്ഫുള്ളായിട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതും കൂടെ ഒരു ഉദ്ദേശമാണ്. അതിൽ ആകെയുള്ള ഒരു ഇപ്പം പൾസർ സുനിയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ മിനിമം ശിക്ഷ കൊടുത്ത് തെറ്റിപ്പോയെന്ന് പറയാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ ആ ത്രെട്ട് ഇതുവരെ തീർന്നിട്ടില്ല, ആ റിഫർമേഷൻ വന്നിട്ടില്ല. കാരണം ഇത് ഇടയ്ക്ക് ബെയിൽ കിട്ടി ഇറങ്ങുമ്പോഴും അഭിമുഖത്തിലൊക്കെ പറയുന്നത് എനിക്കിനിയും 2-3 കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്, കൊട്ടേഷൻ ബാക്കി കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരാളെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുകയാണെങ്കിൽ അത് ഒരു സമൂഹത്തിനൊരു ത്രെട്ടാണ്. അവിടെയാണ് ഡെത്ത് സെൻറ്റൻസ് വേണ്ട, ലൈഫ് ഇംപ്രിസൺമെൻറ്റ് വേണം എന്ന് ജസ്റ്റിസ് ജയസ്വർമ്മ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത്. ഈ ജില്ലാ ജഡ്ജ് അവർ വിധി പറയുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, ഈ സെൻറ്റൻസിൻ്റെ ആ ഒരു വാദ സമയത്ത് പറയുകയും ചെയ്തു, ജയസ്വർമ്മ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഈ അമെൻമെൻറ്റ് ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കാമായിരുന്നു, ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കൊടുക്കാമായിരുന്നു. അതാണ് നമ്മുടെ വാദം. എൻ്റെ കാര്യമുള്ള സംശയം, നമ്മൾ പലപ്പോഴും പത്രങ്ങളിലും പൊതുവെ അറിഞ്ഞിട്ടുണ്ട്, കോടതി സ്വമേധയാ കേസ് എടുക്കണമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ അതിജീവയുടെ കേസിൽ വിധിയിൽ നമുക്കറിയേണ്ട കോടതിയുടെ ഉള്ളിൽ വെച്ചിട്ട് ആരൊക്കെയോ അത് കണ്ടിട്ടുണ്ടെന്നും ഹാഷ്ടാഗ് പോയി അങ്ങനെയുള്ള കുറേ ഇത് കേട്ടിരുന്നു. അപ്പോൾ ഈ കേസ് വിധി പറയുന്നതോട് കൂടി തന്നെ ആ അന്വേഷണം കോടതിക്ക് സ്വമേധയാ അതും ഒരു അന്വേഷണം പ്രവർത്തിക്കാൻ കഴിയില്ലേ? അത് വരുന്നത് വളരെ റെയറായിട്ടുള്ള, അതായത് അപൂർവമായിട്ടുള്ള സന്ദർഭങ്ങളിലാണ് സ്വമേധയാ കേസ് എടുക്കേണ്ടി വരുന്നത്. ഉദാഹരണത്തിന് വേറൊരു റെമഡി ഉണ്ട്, ലീഗലായിട്ട് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടൊരു റെമഡി ഉണ്ട്. നിയമപരമായിട്ട് അപ്പീൽ ഫയൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ കേസിൽ അപ്പീൽ ഫയൽ ചെയ്യാൻ തീരുമാനമെടുത്തു. ക്രിമിനൽ അപ്പീൽ ഫയൽ ചെയ്യുമ്പോൾ ഹൈക്കോടതിയിൽ നോർമൽ പ്രൊസീജിയർ അനുസരിച്ച് ഈ കേസുകൾ പരിഗണിക്കപ്പെടും. അതിൻ്റെ എല്ലാ വശങ്ങളും പരിഗണിക്കുകയും അതിൽ വീഴ്ചകൾ വന്നത് പരിശോധിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ അവിടെ ഒരു സ്വമേധയാ കേസെടുക്കുന്നതിന് സാങ്കത്യമില്ല. മാത്രമല്ല, ഈ ഹാഷ് വാല്യൂ മാറിയ കേസിൽ ഹൈക്കോടതി നേരിട്ട് അന്വേഷണം നടത്തുകയും അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. കേസ് ഓൾറെഡി ഉണ്ട്, അതിനെപ്പറ്റി പല ഹൈക്കോടതിയിൽ നിന്നുള്ള ഓർഡർ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്വമേധയാ കേസെടുക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. കേസ് ഇപ്പോഴും ഇനി അപ്പീൽ വരാൻ പോവുകയാണ്. ഈ ശിക്ഷ കുറഞ്ഞു പോയെന്നുള്ളതിനെപ്പറ്റിയും ഗൂഢാലോചന തെളിഞ്ഞില്ല എന്നുള്ള കണ്ടെത്തലിനെതിരെയൊക്കെയുള്ള അപ്പീൽ ഹൈക്കോടതിയിൽ വരാൻ പോവുകയാണ്. അപ്പോൾ അവിടെ സ്വമേധയാ കേസെടുക്കുന്നതിനുള്ള
അത് അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹൈക്കോടതി. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അതിനി ഈ ചില കാര്യങ്ങളൊക്കെ നീതി നടപ്പാകുന്ന കുറച്ച് വൈകിയായിരിക്കും, പക്ഷേ നടപ്പാകും. നമ്മൾ ഇന്നലെ മന്ത്രിയുടെ ആൻ്റണി രാജുവിൻ്റെ ഒരു കേസിൻ്റെ വിധി കണ്ടു. എത്രയോ വർഷത്തിന് ശേഷമാണ് വന്നത്. അതുപോലെ ഒരു പക്ഷേ ഇങ്ങനെ ചിലപ്പോൾ അതിൻ്റെ വരുന്നത്, ചിലപ്പോൾ നീതി നടപ്പാകുന്നത് ചിലപ്പോൾ കുറേ കൂടെ കഴിഞ്ഞായിരിക്കും, പക്ഷെ അത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാഡം, ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോയെന്നറിയില്ല, അമേരിക്കയിലൊക്കെ ഈ ഉടയ്ക്കൽ പരിപാടിയും ഒപ്പം തന്നെ ഈ ആളുകളുടെ ലിസ്റ്റ്, ഈ ക്രിമിനൽസിൻ്റെ റേപ്പിസ്റ്റുകളുടെയൊക്കെ ലിസ്റ്റ് ഇങ്ങനെ പബ്ലിഷ് ചെയ്യും. എവിടെ വേണമെങ്കിലും അത് വിരൽത്തുമ്പിൽ കിട്ടും എന്നാണ് അറിയുന്നത്. ശരിയാണോ? പല സ്റ്റേറ്റുകളിലെ വ്യത്യാസമുണ്ട്. ഈവൻ അമേരിക്കയിൽ ഇപ്പം വധശിക്ഷയുള്ള സ്റ്റേറ്റുകൾ പോലും ഉണ്ട്. പക്ഷേ അമേരിക്ക എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു മാതൃകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ചങ്ങലക്കിട്ട് കൈകൾ രണ്ടും കുച്ചുവലം കെട്ടാണ് പ്ലെയിനിൽ കയറ്റി അയക്കുന്നത് ഇന്ത്യയിലേക്ക്. അങ്ങനെ ഒരു കാര്യം ഇന്ത്യയിലായിരുന്നു നടക്കില്ലായിരുന്നു. കാരണം ഇന്ത്യയിൽ ജസ്റ്റിസ് കൃഷ്ണയ്യരൊക്കെ പണ്ട് തന്നെ സുപ്രീം കോടതി വിധികളിൽ പറഞ്ഞിട്ടുണ്ട്, കോടതിയിൽ ഒരാളെ കൊണ്ടുവരുമ്പോൾ കൈവിലങ്ങ് അണിയിക്കാൻ പാടില്ല. കൈവിലങ്ങ് അണിയിച്ചു കഴിഞ്ഞാൽ അതൊരു കുറ്റമാണ്, പേഴ്സണൽ ലിബർട്ടി. അപ്പോൾ അവിടെ നിന്ന് വിമാനത്തിൽ കയറ്റി അയക്കുന്ന ആളുകൾക്ക് അവർ ഇറങ്ങിപ്പോകുമെന്നുള്ള പേടി ഇല്ലാത്തിടത്തോളം ഇല്ലീഗലാണെങ്കിൽ പോലും കയറ്റി അയക്കുന്നു, അതിനാവശ്യത്തിനുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നു. അവിടെ കൈവിലങ്ങ് അണിയിക്കുന്നത് ദീർഘദൂര യാത്ര ചെയ്യേണ്ട ആളുകൾക്ക് അനങ്ങാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടാക്കുന്നതൊന്നും ഒരു നീതി നടക്കുന്നതായിട്ട് തോന്നുന്നില്ല. അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അമേരിക്കയിൽ ഫ്യൂജിറ്റീവ് ക്രിമിനൽസിൻ്റെ ഒരു പക്ഷേ ലിസ്റ്റ് ഉണ്ടായിരിക്കും, എനിക്കറിയില്ല എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെ ഉണ്ടോയെന്ന്. ഏതാ ഇന്ത്യയിലും പല കാര്യങ്ങളിലും ഡിക്ലറേഷൻ, കോടതി ഒരാളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അത് പബ്ലിഷായിട്ട് വരുന്നതും പ്രധാനപ്പെട്ട പേരുകൾ പുറത്തു വരുന്നതൊക്കെ, അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആകുന്ന രീതിയിലൊക്കെ കൊണ്ടുവരാനൊക്കെയുള്ള സംവിധാനം ഉണ്ടാകുന്നത് നല്ലതാണ്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ, അതിൽ പല വിവരങ്ങളും നമുക്ക് കിട്ടും. അതിൽ പ്രധാനമായിട്ട് ഡേറ്റയാണ് കിട്ടുന്നത്. കുറ്റകൃത്യം ചെയ്തവരുടെ പേരും വിവരങ്ങളും ഒക്കെ ശേഖരിച്ച് വെക്കാനുള്ള അതുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. പിന്നെ നിയമത്തിൽ നിന്ന് വിട്ടുപോയവരുടെ അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ്, അബ്സ്കോണ്ടർ എന്ന് പറഞ്ഞ് കോടതിക്ക് കീഴടങ്ങാതെ നടക്കുന്ന പ്രതികൾ, അങ്ങനെയുള്ളവരുടെ ലിസ്റ്റുണ്ട്, അബ്സ്കോണ്ടറിൻ്റെ ലിസ്റ്റുണ്ട്. പിന്നെ വലിയ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് നമ്മൾ ചിത്രം ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ചിലപ്പോൾ പതിച്ചു വെച്ചിരിക്കുന്നത് കാരണം ഇവരെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ അത് സമൂഹത്തിനൊരു ത്രെട്ടാകാൻ സാധ്യതയുള്ളവർ. എക്കാലത്തേക്ക് സൂക്ഷിക്കുന്നൊരു സംവിധാനമില്ല. ഇങ്ങനെയുള്ള സജഷൻസ് വരുന്നത് നല്ലതാണ്. സമൂഹത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് റാഷണലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നിയമ സംവിധാനത്തോട് ഒരു അപേക്ഷ മുഖാന്തരം കൊടുക്കാവുന്നതാണ് പല കാര്യങ്ങളും. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ? ഈ വിചാരണ കോടതി ശിക്ഷ വിധിച്ചു കഴിഞ്ഞൊരു കേസാണല്ലോ, അതിലിനി വീണ്ടും പുനർവിചാരണ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള വിചാരണ എന്നുള്ളൊരു സംഗതി മേൽക്കോടതിയിൽ ഉണ്ടാവുമോ? സാധാരണ പ്രത്യേകിച്ച് ഹാഷ്ടാഗ് പോലെയുള്ള കാര്യങ്ങളിൽ, ഏതാ ഹാഷ്ടാഗ് മാറിയതുപോലെയുള്ള കാര്യങ്ങളിൽ അതിലൊരു അതിൻ്റെ സീരിയസ്നെസ് കണക്കാക്കി എങ്ങനെ സംഭവിച്ചെന്ന് നോക്കിയിട്ട് ഇതുവരെ കോടതിയുടെ അറിവിലില്ലാത്തൊരു കാര്യം വന്നു കഴിഞ്ഞാൽ പുതിയൊരു ആരോപണം, പുതിയൊരു കാര്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ അതിനെപ്പറ്റി വീണ്ടും ഒരു ട്രയൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. പുതുതായിട്ടുള്ള കാര്യങ്ങൾ വിചാരണയായിട്ട് തന്നെ നടക്കും. പുതുതായിട്ടുള്ള കാര്യങ്ങൾ വിചാരണയായിട്ട് നടക്കാം. പിന്നെ തെളിവുകൾ ഉള്ള തെളിവുകൾ തന്നെ പരിശോധിച്ചത് കൃത്യമായിട്ടാണോ എന്ന് നോക്കും അപ്പലേറ്റ് കോടതി. ഏതെങ്കിലും കാര്യങ്ങളിൽ പുനർവിചാരണയ്ക്ക് ഒരു സാങ്കത്യം ഉണ്ടെങ്കിൽ പുതുതായിട്ടൊരു തെളിവ് വരുന്നു. ഇപ്പം പൾസർ സുനി വെളിയിൽ ഇറങ്ങിയതിന് ശേഷം ഒരു അഭിമുഖം കൊടുക്കുന്നു. അഭിമുഖത്തിനകത്ത് പറയുന്നു ഞാനിത് ദിലീപേട്ടന് വേണ്ടി ചെയ്തതാണെന്ന് പറയുന്നു. ഒരു അഭിമുഖം വന്നിട്ടുണ്ട്. ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ പൾസർ സുനിയുടെ അഭിമുഖം വന്നിട്ടുണ്ട്. ഇതൊരു തെളിവായിട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ജേർണലിസ്റ്റ് മുന്നോട്ട് വരികയാണെന്ന് വിചാരിക്കുക. ഹൈക്കോടതി അതിന് തയ്യാറാകുകയാണെങ്കിൽ അതിന് ആ ഒരു ഭാഗം മാത്രം തെളിവെടുക്കാനായിട്ട് ട്രയൽ കോടതിയിലായിട്ട് അയച്ചു കൊടുക്കാൻ കഴിയും. ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് മുരളീധർ ഇങ്ങനെ വളരെ പ്രമാദമായിട്ടുള്ള 2 കേസുകളിൽ വീണ്ടും തെളിവെടുത്ത് കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തി വെറുതെ വിട്ട പ്രതികളെ ശിക്ഷിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഒരു ഹാഷിംപുര എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ഒരു വംശീയ കലാപമാണ്. ഈ വിധി പുനഃപരിശോധിക്കല്ലാതെ വിചാരണ തന്നെ നടത്തുമോ? പുനഃപരിശോധിക്കുന്ന വേളയിൽ പുതുതായി തെളിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി ആ പുതിയ തെളിവുകൾ പുനർവിചാരണ നടത്തിയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഡൽഹി ഹൈക്കോടതിയിൽ ഹാഷിംപുര എന്ന് പറയുന്ന സ്ഥലത്ത് വംശീയ വിദ്വേഷം, മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ച് പോലീസുകാർ വെടിവെച്ച് കൊന്ന ഒരു കേസ്, അതിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട ഒരു സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി അപ്പീൽ സ്റ്റേജിൽ പുനർവിചാരണ നടത്തി മുഴുവൻ പേരെയും കുറ്റക്കാരെന്ന് കണ്ടെത്തി ജീവപര്യന്തം ശിക്ഷ കൊടുത്തു. അതേപോലെ തന്നെ ആൻറ്റി സിഖ് റൈറ്റ്
ഈ സിഖുകാർക്കെതിരെയുള്ള കലാപം നടന്ന സന്ദർഭത്തിൽ സജ്ജൻ കുമാർ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തെ വെറുതെ വിട്ട ഒരു കേസ് ഡൽഹി ഹൈക്കോടതി വീണ്ടും പരിശോധിച്ച് തെളിവുകളെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം കുറ്റക്കാരനെന്ന് കണ്ടെത്തി, വെറുതെ വിട്ട് തിരിച്ചെഴുതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ജീവപര്യന്തം ശിക്ഷ കൊടുത്തു. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പ്രയാസമാണ്, പക്ഷെ അത് നടക്കും. അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നു പ്രതീക്ഷിക്കാം അല്ലേ? അതാണ് നമ്മുടെ എല്ലാം. നമുക്ക് ഈ അതിജീവിതയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള കുറേ കൂടി അർത്ഥവത്തായിട്ടുള്ള നീതി നിർവഹണം നടക്കണം. അതിനുവേണ്ടി നടക്കുമെന്നുള്ളതല്ല, നടക്കണം. അതിനെല്ലാം നമ്മളെല്ലാവരും പറ്റുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ഇന്ത്യൻ പട്ടാളത്തിലെ ക്രിസ്ത്യൻ ഓഫീസറെ മന്ദിർ പരേഡിന് പോവാത്തതിൻ്റെ പേരിൽ പിരിച്ചുവിട്ടു. ആ ഒരു ചോദ്യത്തിന് ഞാൻ ഇപ്പോൾ ഉത്തരം പറയുന്നില്ല, കാരണം ഇത് ആ ഒരു വിഷയമല്ല. അതിനെപ്പറ്റി കണ്ടിരുന്നു, ആ സംഭവം കണ്ടിരുന്നു. അതിൽ ഈ ഭരണഘടനയിൽ തന്നെ പല മൗലിക അവകാശങ്ങളും ആംഡ് ഫോഴ്സസിന് അതേപടി ആപ്ലിക്കബിൾ അല്ല. നമ്മുടെ യേശുദാസിനും ഗുരുവായൂരമ്പലത്തിൽ പെർമിഷൻ ഇല്ല പോകാനായിട്ട്. അതൊരു സാധാരണ ഒരു സിവിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ അതിനോട് ഒട്ടും യോജിക്കുന്നില്ല. ഒരു ആരാധനാലയത്തിൽ ആരെയും പ്രവേശനം അനുവദിക്കാതിരിക്കുന്നത് ഒട്ടും ശരിയായൊരു കൺസെപ്റ്റല്ല. ഞാൻ വിശ്വാസമുള്ള ആളല്ല, ഞാൻ പോകാറില്ല. പോകാത്ത ഒരുപാട് പേരുണ്ട്. പുറമേ നിന്നുകൊണ്ട് എനിക്ക് തോന്നുന്നത് വളരെ അന്യായമായിട്ടുള്ളൊരു തീരുമാനമാണ് അങ്ങനെ അകറ്റി നിർത്തുന്നത്. ആരെയും അകറ്റി നിർത്താൻ പറയുന്ന ഒരു കാര്യത്തിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല, അങ്ങോട്ട് പോകേണ്ട ആവശ്യവുമില്ല. ഞാൻ പട്ടാളത്തിലായിരുന്നു, അത്യസ്റ്റ് ചിന്താഗതിക്കാരനാണ്, മിശ്രഭാഗം കഴിച്ച ആളാണ്. ഞാനൊരു അമ്പലത്തിൽ പള്ളിയിലും പോകാറില്ല. എന്നെ പിരിച്ചുവിടാൻ അധികാരം ഇന്ത്യ ഗവൺമെൻറ് ഉണ്ടോ ഇല്ലേ? അതിനകത്ത് അതെ, അതിൽ ഈ പറയുന്നത് പോലെ അവിടെയും കുറേ ഡിസിപ്ലിൻ, മറ്റേ പട്ടാളത്തിലെ കുറേ ചിട്ടകൾ, ചോദ്യം ചെയ്യപ്പെടാത്ത കുറേ നിയമങ്ങൾ. അപ്പോൾ അവിടെ ഇത് കൺസിഡർ ചെയ്തിട്ടാണ് ഈ നിയമങ്ങളൊക്കെ ഭരണഘടനാ സാധുതയുണ്ട് എന്ന് കോടതി പറയുകയാണെങ്കിൽ പിന്നെ അത് ഫോളോ ചെയ്യാൻ പറയും. അതിൻ്റെ ഒരു ബാക്കിപത്രമായിട്ടാണ് അന്ന് പട്ടാളത്തിൽ എല്ലാ മതങ്ങളിലെയും ആരാധനാലയങ്ങളിൽ കയറുന്നില്ല എന്ന് പറഞ്ഞ് ഒരു സിഖ് ഗുരുദ്വാരയിലോ മറ്റോ കയറാതിരുന്നതിന് ഒരു ഓഫീസറെ ഇൻഡിസിപ്ലിൻ, അച്ചടക്കമില്ല എന്ന കാരണം കാട്ടിയാണ് ഡിസ്മിസ് ചെയ്യുന്നത്. അത് സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ അന്ധവിശ്വാസികൾക്കാണോ സ്ഥാനമുള്ളത്? അന്ധവിശ്വാസമാണല്ലോ. അല്ലാന്ന് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നില്ല. യേശു ക്രിസ്തു ജനിച്ച രീതി ഞാൻ വിശ്വസിക്കുന്നില്ല. ആണുങ്ങളെ സ്പർശനമില്ലാണ്ട് ഒരു പെണ്ണ് ഗർഭം ധരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ പേരിൽ ഞാൻ പള്ളിയിൽ പോയില്ലെങ്കിൽ എന്നെ മാറാൻ ചെല്ലാറുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. പക്ഷേ എനിക്കിതിനകത്ത് ഒറ്റ വാക്യം, നമ്മൾ റാഷണൽ വ്യൂ പോയിന്റ് പറയുകയാണെങ്കിൽ ദേശീയത അല്ലെങ്കിൽ എന്ന് പറയുന്നതും നമ്മൾ വിശ്വസിക്കുകയാണല്ലോ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. തിരുവനന്തപുരം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസമാണ് മൈത്രേയൻ്റെ ഭാഷയിൽ. അതേപോലെ ഈ ആർമിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ദേശീയത ഒരു പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടി ആ രീതിയിൽ പോയില്ലെന്നുണ്ടെങ്കിൽ ജീവൻ പണയം പെടുത്തി അതിനുവേണ്ടി ഒരു കോഴ്സിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ള ആശയമാണ്. അവിടെ പല കാര്യങ്ങളിലും സാധാരണ വ്യക്തികൾക്കുള്ള മൗലികാവകാശങ്ങൾ അവിടെ കർട്ടൈൽ ചെയ്തിട്ടുണ്ട്. ആർമിക്ക് അകത്തിരിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യം അതേപടി ഉപയോഗിക്കാൻ കഴിയില്ല എന്നൊരു കൺസെപ്റ്റ് ഭരണഘടനയിൽ തന്നെ ഉണ്ട്. ആ ഒരു രീതിയിലാണ് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം, ഇപ്പോൾ സമയമില്ല. അതിജീവിതമാരുടെ പ്രശ്നമാണ് ഇപ്പോൾ ചർച്ച ചെയ്തത്. അതിനകത്താണ് കൂടുതൽ പ്രിപ്പയർഡ് ആയിരിക്കുന്നത്. മറ്റേ കാര്യം കൂടുതലായിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.